പിന്നെ ഇതിൽ ഈ ഉള്ളിൽ ഒരു ഗ്ലേസും കിട്ടാനായിട്ട് ഈ സെയിം മെറ്റീരിയലിൻ്റെ അതേ കളർ കട്ട് ബീഡ് ഞാൻ എടുത്തേക്കുവാണ് ഇപ്പോൾ. ഇതാ അതിങ്ങനെ 2 ലെയറിലായിട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങിങ്ങായിട്ട് കൊടുക്കുവാണ്. ഇതാ റെഡ് കളർ കട്ട് ബീഡ് അങ്ങിങ്ങായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുവാണ്. ഇതാ ജസ്റ്റ് കട്ട് ബീഡ്സ് കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ഒരു വൈറ്റ് ബീഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പ് വൈറ്റ് ബീഡ്, ഒരു അരിമണിയുടെ ആ ഒരു ഷേപ്പിലാണ് ഉള്ള വൈറ്റ് ബീഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് എന്താ പറയുക, നെക്ക് കംപ്ലീറ്റ് ആക്കുവാണ്. അപ്പോൾ ഇത് 1 സൈഡാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. റൗണ്ട് നെക്ക് ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ വച്ചിട്ടില്ല, 1 സൈഡായിട്ട് ആണ് നെക്കിൽ ഡിസൈൻ വന്നേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത് നടുക്ക് വരും ഏകദേശം. നെക്കിൻ്റെ നടുക്കെന്ന് പറയുന്നത് ഇതാണ്, ഇവിടെയാണ്. അപ്പം ഇങ്ങനെ 1 സൈഡായിട്ടാണ് നമ്മുടെ ഡിസൈൻ പോകുന്നത്.